ആപാലബദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോണത് ഭദ്രകാളിയുടെ അവതാരമാണ്. ഭദ്രകാളി എങ്ങനെയുണ്ടായി എന്ന്. ദക്ഷയാഗത്തിന് ശേഷം ഭദ്രകാളി പിന്നെ വരുന്ന ഒരു ഘട്ടമാണ് ഇത്. ഭാഗവതത്തിലെ 5-ാം സ്കന്ധത്തിലാണ് കാണുന്നത്. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം, പക്ഷേ നല്ല പകുതിയിൽ നിർത്തിയിരുന്നു. പിന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു, അതിൻ്റെ ഭാഗമായി പറഞ്ഞു. ദേവാസുര യുദ്ധങ്ങൾ വളരെയധികം ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ എല്ലാം അസുരന്മാർ കൂട്ടത്തോടെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലും ശുക്രാചാര്യർ മൃതസഞ്ജീവനി എന്ന മന്ത്രത്താൽ അവരെയെല്ലാം ജീവിപ്പിച്ചിരുന്നു. ഈ മൃതസഞ്ജീവനി മന്ത്രം അറിയുന്ന ലോകത്ത് ഏക വ്യക്തി ശുക്രാചാര്യരാണ്. പക്ഷെ ദേവന്മാരാണെങ്കിൽ മരിച്ചുപോയവർ മരിച്ചുപോയി. ഇങ്ങനെ ആയ സമയത്ത് അസുരവർഗം പെരുകിക്കൊണ്ടു വന്നു, ദേവന്മാർ കുറഞ്ഞുകൊണ്ടുവന്നു. മാത്രമല്ല, എപ്പോഴും ദേവന്മാർക്ക് തോൽവി തന്നെയായിരുന്നു. അവരെ അസുരന്മാർ ഉപദ്രവിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വൈകുണ്ഠത്ത് പോയി മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് വഴിയുണ്ടാക്കാൻ പറഞ്ഞ് തൻ്റെ സുദർശന ചക്രം എടുത്ത് അസുരന്മാരെയെല്ലാം വധിച്ചു, ഭസ്മമാക്കി. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ശുക്രാചാര്യർക്ക് ഈ മന്ത്രം അറിയുന്നുണ്ട്, ഈ മരിച്ചവരെയൊക്കെ പിന്നെയും ജീവിപ്പിച്ചൂടെ എന്ന് ചോദിക്കും. സാധിക്കില്ല. കാരണം സുദർശന ചക്രം ഉപയോഗിച്ച് അവരെ കൊല്ലുക മാത്രമല്ല ചെയ്ത് ഭസ്മമാക്കി. അതായത് ജഡം പോലും ഇല്ല, അവരുടെ ശരീരത്തിൻ്റെ ഒരംശവും ഇല്ല. ഈ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിക്കണമെങ്കിൽ മരിച്ച വ്യക്തിയുടെയോ മരിച്ച ആളുകളുടെയോ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ അംശങ്ങളോ ജഡമോ ഉണ്ടായിരിക്കണം. ഭസ്മത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശുക്രാചാര്യരും നിസ്സഹായനായി. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസരം വന്നു. അപ്പോൾ അസുരന്മാരും ഇല്ലാതായി. അസുര രാജാവിൻ്റെ ഭാര്യമാരായ ദാരുവതിയും ദാനവതിയും ഉടനെ ശുക്രാചാര്യരെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു. ഇങ്ങനെ നമ്മുടെ അസുരവർഗം പോയി കഴിഞ്ഞു, അസുരവർഗത്തിൽ ആരും ഇല്ലാതായി കഴിഞ്ഞു, ഇതിന് മാർഗം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിന് ഞാൻ വിചാരിച്ചാൽ മാർഗമില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി ബ്രഹ്മദേവനെ തപസ് ചെയ്യും എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ ചോദിച്ചു, എന്താ ആവശ്യം എന്ന് ചോദിച്ചിരുന്നു. ഈ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ആരും ഇല്ലാതായി, അസുരവർഗം മുഴുവൻ നശിച്ചു, വംശമില്ലാതായി, ഞങ്ങൾ മുഴുവൻ വിധവകളായിരിക്കുന്നു, സന്താനവാദ്യങ്ങൾ വേണമെങ്കിൽ പുരുഷൻ വേണം, അതുകൊണ്ട് വേണം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അതിശക്തന്മാരായ 2 പുത്രന്മാരുണ്ടാവും. 2 പുത്രന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരുവതിക്ക് ഒരു പുത്രനും ദാനവതിക്ക് ഒരു പുത്രനും ഉണ്ടാവും. അവൾ വളരെയധികം ശക്തിമാനായിരിക്കും. അവരിൽ നിന്ന് അസുരവർഗം വർദ്ധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കാലക്രമേണ അവർ ഗർഭവതികളായി 2 പുത്രന്മാരെ പ്രസവിച്ചു. ദാരുവതിയുടെ പുത്രന് ദാരുകൻ എന്നും ദാനവതിയുടെ പുത്രന് ദാനകൻ എന്നും പേര് വെച്ചു. ഈ ദാരുവതിയുടെ പുത്രന് ദാരുകൻ വിവാഹം കഴിച്ചിരിക്കുന്ന മധോദരി എന്ന സ്ത്രീയാണ്. ഈ മധോദരിയാണ് ആരാണ്? മയൻ്റെ പുത്രിയാണ്. ഏത് മയൻ? മണ്ഡോദരി അല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. മയന് മണ്ഡോദരി എന്നും പുത്രിയുണ്ട്, മയോദരി എന്നും പുത്രിയുണ്ട്. മണ്ഡോദരി രാവണനെയാണ് വിവാഹം ചെയ്തിരുന്നത്. മനോദരി ദാരുകനെയാണ് വിവാഹം ചെയ്തിരുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചു. ഇവർ 2 പേരും അതിശക്തന്മാരായി. അമ്മമാരുടെ അനുഗ്രഹം തേടി അവർ വീണ്ടും തപസ് ചെയ്തു. ഒരുപാട് ദേവന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും എല്ലാം സഹായം, അതായത് ബ്രഹ്മ വിഷ്ണു ശിവൻ ഇവരെയെല്ലാം കുറിച്ച് തപസ്, അവരിൽ നിന്നും വളരെയധികം വരങ്ങൾ വാങ്ങി സംഭവിച്ചു. ബ്രഹ്മാവിനെ കുറിച്ച് തപസ് ചെയ്തു. അവർ ഒരു വരം എന്ത് വേണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മരണമുണ്ടാകാൻ പാടില്ല,
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അസുരന്മാരെ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടുന്ന പതിവില്ല. അവർക്ക് ഒന്നിനു മാത്രമേ ഭയമുള്ളൂ: മരണം. നിങ്ങൾ ഏത് അസുരനെ എത്തു നോക്കിക്കൊള്ളു, അവർ തപസ് ചെയ്ത് വരബലം വാങ്ങുന്നത് എന്തിനറിയോ? മരണമില്ലാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കുക. അപ്പോൾ അവർക്ക് മരണത്തിന് മാത്രമേ ഭയമുള്ളൂ. അപ്പോൾ ഇവർ ചോദിച്ചതെന്താണ്? ഞങ്ങൾക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. സാധ്യമല്ലാത്ത കാര്യമാണ്. ശരി, ഇനി ഞങ്ങളെ ആരും കീഴടക്കാൻ പാടില്ല. ഓ, അതും അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ മരണം ഉണ്ടാവാൻ പാടില്ല പറഞ്ഞു, അത് സാധ്യമല്ല. ഇനി അതിന് ആൾട്ടർനേറ്റ് എന്താണ്? അഥവാ ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ സ്ത്രീയോനിയിൽ പിറക്കാത്ത ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ മരിക്കാൻ പാടുള്ളൂ. അതായത് ഗർഭത്തിലൂടെ പിറക്കാത്ത ഒരു സ്ത്രീ ആയിരിക്കണം ഞങ്ങളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു. കഴിഞ്ഞോ? ഇല്ല. ഞങ്ങളെ, അതായത് ദാരുവിൻ്റെ ശിരസിൽ നിന്നും ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ ദാരുകന്മാർ ഇപ്പം ഞങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ടോ അതേ ശക്തിയിൽ ഉണ്ടാകണം. ബ്രഹ്മാവ് കൊടുത്തു. സാധാരണ ബ്രഹ്മാവും ശിവനും ഇവർ രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മുമ്പും നോക്കാതെ വരങ്ങൾ അങ്ങോട്ട് കൊടുക്കും. ലാസ്റ്റിൽ എല്ലാം കൂടി ബദ്ധിപ്പിച്ചു ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ കാലിലങ്ങനെ വന്നു വീഴും. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവിടെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ ദാരുകനും ദാനവനും രണ്ടുപേരും രാക്ഷസന്മാർ അതിശക്തന്മാരായി തീർന്നു. അവർ മഹർഷിമാരെ എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി, മനുഷ്യരെ ഉപദ്രവിക്കാൻ തുടങ്ങി, കൈലാസത്തിന് പോലും ആക്രമിക്കാൻ തുടങ്ങി. അവർ സ്വർഗത്തിൽ ദേവേന്ദ്രനെ ആക്രമിച്ചു. ദേവന്മാർക്ക് നിവൃത്തിയില്ലാതെയായി. ഇങ്ങനെ ഒരു ഇത് വന്ന സമയത്ത് എല്ലാവരും കൂടി പോയി പരമശിവൻ്റെ കാലിൽ പോയി വീണു. ഈശ്വര, ഇതിനെന്താ മാർഗം? ഇങ്ങനെ ബ്രഹ്മദേവൻ ഒരു വരവും കൊടുത്തുവല്ലോ, എന്തു ചെയ്യാൻ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തൻ്റെ നേത്രങ്ങളിൽ നിന്ന് ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ആ ഭദ്രകാളി എങ്ങനെ? അത്യുഗ്രമായ രൂപമായിരുന്നു. വെട്ടുകയ്യും നാവും തുടിച്ചുകൊണ്ട് കറുത്തതുമല്ല നീലിയുമല്ലാത്ത ഒരു ശരീരം. അങ്ങനെ കൊടുത്ത് മകളാണല്ലോ. അപ്പോൾ മകളാണ് മകളോട് മോളെ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ അസുരന്മാരെല്ലാവരും കൂടെ ഭയങ്കര മനുഷ്യനെയും സ്വർഗലോകത്തെയെല്ലാം കീഴടക്കി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ പോയി അയാളെ കൊന്ന് അവൻ്റെ ശിരസ്, ദാരിയൻ്റെ ശിരസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം നീ. അതിനു വേണ്ട വരങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞ് വരങ്ങളും കൊടുത്തു. ഭദ്രകാളി വേതാളത്തിൻ്റെ മേൽ കയറി. എന്താ വേതാളം? ഇനി വേതാളത്തിനെ പറ്റി ഞാൻ വേതാളം എന്ന് പറഞ്ഞിട്ട് പോകും. അധികം അവർക്ക് അറിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വേതാളം എന്ന് പറയുന്ന ഒരു തരം സ്പിരിറ്റാണ്. ഇതെന്താ ചോദിച്ചാൽ, അതായത് ഒരു തരം പ്രേതം എന്ന് വെച്ചോളി. എന്നാൽ പ്രേതമാണോ? അല്ല. ഈ വേതാളം ജീവിക്കുന്ന എപ്പോഴും കാണുന്നത് ചുടലയിലാണ്. അതായത് മനുഷ്യനെ സംസ്കരിക്കുന്ന സ്ഥലമാണ് ചുടല. അതാണ് ഭദ്രകാളിക്ക് ചുടല ഭദ്രകാളി എന്നൊരു പേര് കൂടിയുണ്ട്. മൂപ്പര് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. വേതാളത്തിന് കാലില്ല എന്നാണ് സ്വതവേ പറയാറുണ്ട്. അങ്ങനെ ചുടലയിൽ ഇരിക്കുന്ന മരത്തിലാണ് മൂപ്പര് എപ്പോഴും താമസം. മനുഷ്യനെ ചുടലിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാംസമോ എല്ലുകളോ ഇതൊക്കെയാണ് ഭക്ഷിക്കുക. മറ്റ് ആഹാരങ്ങളൊന്നുമില്ല. ആ ചുടലയെ വിട്ട് എവിടെയും പോകാറും പതിവില്ല. അതാണ് ഈ വേതാളം എന്ന് പറയുന്നത്. ഈ വേതാളം ശിവൻ സ്വതേ ചുടലിൽ ഉണ്ടാവുന്ന പറയുക. അതുകൊണ്ട് ശിവൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ വേതാളത്തിൻ്റെ അയച്ചുകൂടെ. അപ്പോൾ വേതാളത്തിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് വാഹനമാക്കിക്കൊണ്ട് ഭദ്രകാളി അന്തിമാളത്തിൽ ചെന്നു. എന്താ അന്തിമാളം? ഈ അന്തിമാളത്തിലാണ് ഇവർ മേരുപർവ്വതത്തിൽ ഇരിക്കുന്ന മേരുപർവ്വതത്തിൽ ഒരു വശത്തിരിക്കുന്ന അന്തിമാളം എന്ന ഒരു ചെറിയൊരു പട്ടണം എന്ന് പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരും ഇരിക്കുന്നത്. അവിടെ ചെന്നു ഇവരായിട്ട് യുദ്ധം തുടങ്ങി. അപ്പോൾ പോകുന്ന സമയത്ത് കുറേ ഭൂതഗണങ്ങളെയും പറഞ്ഞിരുന്നു ഭഗവാൻ ശിവൻ. ഇവർ തമ്മിൽ ഗംഭീര യുദ്ധം നടന്നു. ഒരു രക്ഷയില്ലാതായി.
ഭദ്രകാളിക്ക്. രണ്ടുപേരും ഭയങ്കര ഇത്. അപ്പോൾ ഇവരെ ഓരോ യുദ്ധത്തിലും വെട്ടുകത്തി കൊണ്ടും ശൂലം കൊണ്ടും ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെ ശരീരത്തിൽ നിന്നും വീഴുന്ന രക്തം ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതേ ശക്തിയുള്ള ദാരുകനുണ്ടാകും എന്നാണ് വരം. അപ്പോൾ ദാരുകനും ഉണ്ടാവാൻ പാടില്ല, ഭൂമിയിൽ വീഴാനും പാടില്ല. അപ്പോൾ ഈ വേതാളം ഓരോ തുള്ളി രക്തത്തിനെയും തൻ്റെ നാക്കുകൊണ്ട് വെച്ചിരുന്നു. അങ്ങനെ യുദ്ധം ഗംഭീരമായി നടന്നു. ഇയാൾ ഒരാൾ മാത്രമായി വീഴുന്ന രക്തം മുഴുവൻ വേതാളം കുടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയായ സമയത്ത് ഈ ദാരുവിൻ്റെ ഭാര്യ മനോദരി എന്ത് ചെയ്തു? തനിക്ക് വൈദവ്യം വരും, ദാരുകൻ മരിച്ചു കഴിഞ്ഞാൽ എന്ന വൈദവ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേടിച്ച് നേരെ പാർവതിയുടെ അടുത്ത് പോയി കാല് പിടിച്ചു. ഇങ്ങനെ യുദ്ധം നടക്കണു, എനിക്ക് വൈദവ്യം വരാൻ പാടില്ല, എന്നെ രക്ഷിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ വേഗം കയ്യിൽ നിന്ന് ഒരു മസൂരി, അതായത് നമ്മളിപ്പോൾ വസൂരി പറയുന്ന മസൂരി വിത്തെടുത്ത് കൈ കൊടുത്തു. ഇത് ആരുടെ മേൽ എറിയുന്നു അവർക്ക് ഈ രോഗം ബാധിക്കും. മരണശയ്യയിൽ കിടക്കുന്നവരാണെങ്കിൽ അവർ മരണശയ്യയിൽ തന്നെ കിടക്കും, അല്ലാത്തവർ പനി ബാധിച്ച് മരണശയ്യയിൽ കിടക്കും എന്ന് പറഞ്ഞ് കൊടുത്തു. മന്ദോദരി ഇവിടെ വന്നു, ആരും കാണാതെ രഹസ്യമായി കൊണ്ടുവന്നു. ഇതിനെ ഭദ്രകാളുടെ മുകളിൽ എറിഞ്ഞു. അപ്പോൾ ഭദ്രകാളുടെ മുകളിൽ എറിഞ്ഞ സമയത്ത് വസൂരി ഭദ്രകാളിയുടെ കൊണ്ടു ശരീരം മുഴുവൻ പൊള്ളിച്ചു. ഭദ്രകാളി ക്ഷീണിച്ചു കഴിഞ്ഞു, വല്ലാതെ ക്ഷീണിച്ചു കഴിഞ്ഞു. ഈ സംഭവം കണ്ട് ശിവദൂതന്മാർ, ഭൂതഗണങ്ങൾ ഉടനെ പോയി കൈലാസത്ത് പോയി പറഞ്ഞു, ദാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പാർവതി ദേവി കൊടുത്തതിൻ്റെ ഫലമായി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉടനെ മഹാദേവൻ പാർവതിയെ വിളിച്ചു, പറഞ്ഞു, നീ എന്താ കാട്ടിയത്? നമ്മളുടെ മകളാണ്, എൻ്റെ മകളാണ്, നിൻ്റെ മകളാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ ഇത് തന്നെ ആയിരുന്നു. ഈ ജന്മത്തിലാണ് കാളിയായി വന്നിരിക്കുന്നത്, ദുർഗയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ ഒരു അംശം കൂടിയാണ്, നിൻ്റെ മകൾ കൂടിയാണ്. നിൻ്റെ മകൾക്ക് നേരെയാണോ ഇത് ചെയ്തിരിക്കുന്നത്? അപ്പോൾ പാർവതിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താ, പാർവതിക്ക് ഈ വിഷയം അറിയില്ലായിരുന്നു, ഈ സംഭവങ്ങളൊന്നും പാർവതിക്ക് അറിയില്ല. ഉടനെ അവർ പരമേശ്വരൻ്റെ കഴുത്തിൽ കെട്ടി കരയാൻ തുടങ്ങി, മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ ഭഗവാനെ എന്ന്. ഭഗവാൻ ഉടനെ തൻ്റെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ഗണ്ഡത്തിൽ നിന്ന് ഒരുത്തനെ ജന്മം നൽകി കർണത്തിലൂടെ പുറത്തെടുത്തു. ഖണ്ഡത്തിൽ ജന്മം നൽകി കർണത്തിലൂടെ പുറത്തെടുത്തു. ഈ ഖണ്ഡത്തിൽ ജന്മം നൽകാൻ കാരണം എന്താ? പാർവതി ദേവി ഖണ്ഡത്തെയാണ് കെട്ടിപ്പിടിച്ചത്. അപ്പോൾ അവരുടെ അംശം കൊണ്ട് ഖണ്ഡത്തിൽ പടർന്ന് കർണത്തിലൂടെ പുറത്തു വന്നു. അതാണ് ഖണ്ഡാകർണൻ എന്ന പേരുള്ള ഒരു നല്ല വെളിച്ചമുള്ള നല്ല സുന്ദരനായ ഒരു രൂപമാണ്. ഉടനെ ഖണ്ഡാകർണനോട് പറഞ്ഞു, മകനെ, നീ പോയി അവിടെ ആദ്യമാളത്തിൽ പോയി നിൻ്റെ സഹോദരിയെ, സഹോദരി സ്ഥാനമാണല്ലോ, സഹോദരിയെ രക്ഷിക്കണം, അവരെ സഹായിക്കണം എന്ന് പറഞ്ഞ് അതിനുള്ള വരങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞ് പോയി. ഇയാൾ അവിടെ പോയി ഈ ഇതൊക്കെ ഭഗവാൻ പറഞ്ഞ പോലെ ഉള്ളതൊക്കെ തെച്ചു. ആ മസൂരിയൊക്കെ നീങ്ങി. പക്ഷേ മുഖത്ത് മാത്രം, ദേവിയുടെ മുഖത്ത് മാത്രം അദ്ദേഹം കൈകൊണ്ട് തൊട്ടില്ല. കാരണം സഹോദരിയാണല്ലോ, സഹോദരി സ്ഥാനമല്ലേ, അപ്പോൾ അത് അത്ര നന്നായിരിക്കില്ല എന്ന് വിചാരിച്ച് ഈ ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ മുഖത്ത് തൊട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൈകൊണ്ട് കഴിഞ്ഞു. അതിൻ്റെ ഫലമായി എല്ലാ സ്ഥലവും ഈ മസൂരി നീങ്ങി മുഖത്ത് മാത്രം കുറച്ചുണ്ടായിരുന്നു. അത് ഭദ്രകാളിക്ക് ഒരു അനുഗ്രഹമായി ഇരിക്കട്ടെ എന്നുകൂടി ദേവൻ പറഞ്ഞു. അതൊരു അഴകായിരിക്കും. അതായത് നമ്മൾ ഭദ്രകാളിയുടെ രൂപം കാണുന്ന സമയത്ത് ചില ഫോട്ടോകളിൽ കാണാം മുഖത്തുള്ളത്, എല്ലാത്തിലും ഞാൻ പറയില്ല, അങ്ങനെ കാണും. അങ്ങനെ ഭദ്രകാളി ഇവരെ രണ്ടുപേരെയും വധിച്ച് ലോകത്തെ സംരക്ഷിച്ചു. അതാണ് അവിടെ ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ സഹോദരൻ കൂടിയാണ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷത രക്ഷിതത. ധർമ്മോ രക്ഷത രക്ഷിതത. ധർമ്മോ രക്ഷത രക്ഷിതത.